ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ബർഗർ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. മുട്ടയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ബർഗറിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, മുട്ട ഞാൻ കുറച്ച് ചിക്കൻ ഗ്രേവി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു മുട്ട ഓംലെറ്റാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബർഗർ ഒന്ന് സെറ്റ് ചെയ്യണത്. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റും കുക്കുംബറും സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഓംലെറ്റ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മളിതിലേക്ക് കുറച്ച് സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അൽബേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ സോസാട്ടോ. ഇത് അടിപൊളിയാണ്. ഈ ഒരു ടൊമാറ്റോ സോസാണിത്. പിന്നെ നമുക്ക് ഗാർലിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബർഗർ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതും അൽബേക്ക് മേടിച്ചപ്പോൾ കിട്ടിയ ബണ്ണാണ്. അപ്പോൾ ബണ്ണ് എപ്പോഴും ഇവിടെ ഇതുപോലെ ബാക്കിയാവും. അൽബേക്ക് മേടിക്കുന്ന സമയത്തൊന്നും ഇത് കഴിക്കില്ല. പിറ്റേ ദിവസം ഇതുപോലെ എന്തെങ്കിലും ആക്കി കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ഇത് ഫ്രിഡ്ജിലൊരു 2-3 ദിവസം വെച്ചതിന് ശേഷം എടുത്ത് കച്ചറയിലിടും. അതാണ് ഇവിടെ സാധാരണ നടക്കുക. അപ്പോൾ ഇന്ന് ഞാനിത് ബർഗറായിട്ട് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ബണ്ണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ഒരു ടൊമാറ്റോ സോസ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് സെറ്റാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ പിന്നെ മൈദ ആയതുകൊണ്ട് എപ്പോഴെപ്പോഴൊന്നും ഇത് ഞാൻ അങ്ങനെ ഇവിടെ എടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ എടുക്കാറുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ ആയല്ലോ. അത് ഞാൻ സോസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഗാർലിക്കും കൂടെ വെച്ച് കൊടുക്കാം. ഗാർലിക്കാണോ മയണൈസാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സോസ് നമ്മൾ അടുത്തൊരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ സോസ് അത്ര ചേർക്കുന്നില്ല. ഗാർലിക് ഞാൻ മുഴുവനായി ചേർക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. എന്തായാലും അത്ര ഹെൽത്തി ഒന്നുമല്ല, പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. വല്ലപ്പോഴൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ സോസൊക്കെ ബണ്ണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. കുക്കുംബർ വയ്ക്കുന്നുണ്ട് ഒരു സൈഡിൽ. ഇനി നമുക്ക് ബർഗർ വയ്ക്കാം. ബർഗറിൻ്റെ പകരമായിട്ട് ചിക്കനൊന്നുമല്ല, മട്ടനല്ല, മുട്ടയാണ്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ഗ്രേവി വെച്ചിരിക്കുക. ഗ്രേവി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. കുറച്ച് ക്യാരറ്റൊക്കെ ഞാൻ വെറുതെ കഴിച്ചു കേട്ടോ. ഒരു കുക്കുംബർ കഷ്ണം കൂടെ ഉണ്ട്. അതും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ് ബർഗർ കണ്ടില്ലേ, അടിപൊളിയല്ലേ. നമുക്ക് വേറൊരു ഭംഗിയുള്ള പാത്രത്തിലേക്ക് വെക്കാം. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടേ.